ലോകത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള മഹാമാരി കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. രോഗം പിടിപെട്ടാൽ രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. കാരണം എന്തെന്നാൽ ഇതിന് മരുന്നുകളോ മറ്റ് വാക്സിനുകളോ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും വൈറസ് ബാധിക്കുമെങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഈ വൈറസ് കൂടുതലായി ബാധിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. ചുമ, പനി, ശ്വാസം മുട്ടൽ എന്നിവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെന്ന് വിദഗ്ധർ പറയുന്നു. ചിലർക്ക് ജലദോഷത്തിന് സമാനമായ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. മറ്റു ചിലരിൽ കോവിഡിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാവും. കൊറോണ വൈറസ് വിതച്ച ദുരന്തത്തിൽ നിന്നും ലോകം മാറുന്നതിന് മുൻപ് അടുത്ത ഒരു വൈറസ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ഈ വൈറസും ചൈനയിൽ നിന്ന് തന്നെയാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. വൈറസ് ബാധയേറ്റ രോഗികളെ കൊണ്ട് ചൈനയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. അതുപോലെ തന്നെ ശ്മശാനങ്ങളും നിറഞ്ഞു കവിയുന്നതായി വാർത്ത വന്നിരിക്കുകയാണ്. ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് അഥവാ HMPV ആണ് അതിവേഗമായി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസ എ, HMPV, കൊറോണ തുടങ്ങിയ വൈറസുകളും ഇതിനോടൊപ്പം തന്നെ അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. HMPV എന്ന് പറയുന്ന വൈറസ് ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ മൃതദേഹങ്ങൾ ശ്മശാനങ്ങൾക്ക് മുൻപിൽ കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള ചൈനയിൽ നിന്നുള്ള വാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വലിയൊരു ദുരന്തം വീണ്ടും എത്തുകയാണ് എന്ന് ലോകം ഭയപ്പെടുകയാണ്. കൊറോണയുടെ ഒരു ക്ഷീണം ലോകത്തിന് മാറുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിലൊരു വൈറസ് ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ അവർ ഒരു തരത്തിലും ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വൈറസ് വ്യാപിക്കുമ്പോഴും ചൈന ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഉമിനീരിലൂടെയാണ് ഈ രോഗം കൂടുതലായും പകരുന്നത്. വീണ്ടും മാസ്ക് ധരിച്ച് ലോകമൊന്നടങ്കം ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും.